BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. രാജ്യമൊട്ടാകെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തടസ്സപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിദ്യാർത്ഥികളെ കേവലം രാഷ്ട്രീയ ഉപകരണങ്ങളായി ഉപയോഗിക്കുകയാണെന്നാണ് മന്ത്രി ആരോപിക്കുന്നത്. വിഷയത്തിൽ സമഗ്രമായ ചർച്ചയ്ക്ക് സർക്കാർ 100% തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പകരം രാഷ്ട്രീയ നാടകങ്ങളാണ് കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ മന്ത്രി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് നടത്തിയ ധർണ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങളെ അവഗണിക്കുകയും ചെയ്തുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം രാഷ്ട്രീയ വാർത്തകളിൽ ഇടം നേടുക എന്നതായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം. ചർച്ചകൾക്കുള്ള എല്ലാ വഴികളും തുറന്ന ശേഷവും ബോധപൂർവം ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കിയെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരമായി വാർത്തകളിൽ ഇടം പിടിക്കാനും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികളെ ഇത്തരം രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കുള്ള ആയുധമാക്കരുത്. വെറും മുദ്രാവാക്യങ്ങൾക്കും ബഹളങ്ങൾക്കും പകരം വ്യക്തമായ പരിഹാരവും ഉറപ്പുമാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട യുവാക്കൾ ഉന്നയിക്കുന്ന എല്ലാ ന്യായമായ ആശങ്കകളും സഭയിൽ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വിദ്യാർത്ഥികളും മറ്റും മന്ത്രിക്കെതിരെ കമന്റ് ബോക്സിലൂടെ അറിയിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.